ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ പൊള്ളിച്ചതായാലോ. നല്ല വാഴയിലയിൽ മസാലയിൽ പൊള്ളിച്ചെടുത്തൊരു അടിപൊളി ചെമ്മീൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു 1 ഹവറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഫ്രൈ ആക്കി എടുക്കാം. പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇങ്ങനെ ഓരോ പീസ് ചെമ്മീനും അതിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, മീഡിയം തീയിൽ. ചെമ്മീൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ആയാലും സാരമില്ല, പക്ഷേ ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, അതും ഇങ്ങനെ നീളത്തിൽ അരിയണം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതും നീളത്തിൽ അരിയുക. ഇതിന് ഈ പേസ്റ്റിനേക്കാളൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് കറിവേപ്പില. ചെമ്മീനിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ആഹാ, അടിപൊളി. ഇനിയിപ്പോൾ ആ ചെമ്മീൻ കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിലിതാ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അതും ഇട്ടിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉള്ളി ഇടുക. പിന്നെ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മളിതിലിടുന്നത് ഒരു തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളി. പിന്നെ തക്കാളി ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതിൽ കുറച്ച് പൊടികൾ ഇടാനുണ്ട്. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ്, ഒരു 1/4 കപ്പ് മതിയാവും കട്ടി തേങ്ങാപ്പാൽ അതും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇത് കുറുകി ഒന്ന് ടൈറ്റായിട്ട് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിൽ മസാല ഒഴിച്ച് അതിൽ നമ്മളെ പീസ് ചെമ്മീനും പിന്നെ വീണ്ടും മസാല കൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാം. ബാക്കിയുള്ള മസാലയും കൂടി എല്ലാം ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇല ഇങ്ങനെ ഒന്നെല്ലാം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ വാഴൻ്റെ ആ നാരുണ്ടല്ലോ ഇലൻ്റെ, അതിനെ കൊണ്ടുതന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് കിഴി പോലെ അങ്ങനെയും ചെയ്യാം, പക്ഷേ എനിക്കിപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇതുവരെ ഞാൻ ഫിഷൊന്നും ഇങ്ങനെ പൊള്ളിച്ചതാക്കിയിട്ടില്ല. പക്ഷെ ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഒരു 5-10 മിനിറ്റ് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് തുറന്ന് നോക്കാം. വാവ്, നല്ല സ്മെല്ലും അടിപൊളി. ഇത് മാത്രം മതി ചോറ് തിന്നാൻ.
അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.